ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 15. നാരദീയ കീർത്തന പദ്ധതി. ഷേൽക്കറിന്റെ മധുരമില്ലാത്ത ചായ. 2 പല്ലികൾ. 6-ാമത്തെ അധ്യായത്തിൽ ഷിർദിയിലെ രാമനവമി ഉത്സവത്തെ പറയുന്നത് വായനക്കാർക്ക് ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് ഉത്സവം പതിവായതെന്ന്, ആദ്യകാലങ്ങളിൽ ഒരു ഹരിദാസിനെ കിട്ടാൻ എത്ര കഷ്ടതകൾ ഉണ്ടായിരുന്നുവെന്നും, ബാബ അത് നിരന്തരമായി ദസ്കനുവിനെ ഏൽപ്പിച്ചുവെന്നും, എങ്ങനെ അദ്ദേഹം ഉത്സവത്തെ വിജയകരമായി നടത്തി വന്നിരുന്നുവെന്നും മറ്റും വിവരിച്ചു. ഇപ്പോൾ ഈ അധ്യായത്തിൽ ദസ്കനു എങ്ങനെ കീർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്ന് വിവരിക്കാം. നാരദീയ കീർത്തന പദ്ധതി. സാധാരണയായി ഹരിദാസ് കീർത്തനം ചെയ്യുന്ന ആൾ വിലയേറിയ ഒരു മുഴുവസ്ത്രം ധരിക്കുക പതിവാണ്. അവർ തലയിൽ ഒരു തലപ്പാവ്, ഒരു നീണ്ട കോട്ട്, ഷർട്ട് അതിനു മുകളിൽ ധരിച്ചിരിക്കും. ഒരു അംഗവസ്ത്രം തോളിലും, പിന്നെ സാധാരണയായി അണിയുന്ന ധോത്തി, ഇവയും പതിവാണ്. ദസ്കനു വസ്ത്രം അണിഞ്ഞതിനു ശേഷം ബാബയെ കണ്ടു നമസ്കരിക്കാനായി ചെന്നു. ബാബ പറഞ്ഞു, നല്ലത് വരാൻ എവിടേക്കാണ് ഇങ്ങനെ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു ചെല്ലുന്നത്? ഒരു നല്ല കീർത്തന കച്ചേരിക്ക് എന്ന് ദസ്കനു മറുപടി പറഞ്ഞു. ബാബ വീണ്ടും ചോദിച്ചു, എന്തിനാണ് ഈ കോട്ട്, തലപ്പാവ്, അംഗവസ്ത്രം മുതലായവ? ഇവയെല്ലാം എന്റെ മുമ്പിൽ അഴിച്ചിടുക. എന്തിനിവയെല്ലാം ദേഹത്തിൽ അണിയുന്നു? ദസ്കനു ഉടനടി വസ്ത്രങ്ങളെല്ലാം അഴിച്ച് ബാബയുടെ കാലടികൾ വെച്ചു. അന്നു മുതൽ ദസ്കനു കീർത്തനങ്ങൾ പാടുമ്പോൾ ആ മാതിരി വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. അദ്ദേഹം എപ്പോഴും അരയ്ക്കുമീതെ നഗ്നനായിരുന്നു. ഒരു ജോഡി ചിപ്പിലീസ് കിണ്ണാരം പോലെ ശബ്ദമുണ്ടാക്കുന്നത് കയ്യിലുണ്ടാവും. കഴുത്തിൽ ഒരു മാലയും അണിഞ്ഞിരിക്കും. പക്ഷേ ഇത് സാധാരണയായി എല്ലാ ഹരിദാസന്മാരും ചെയ്തിരുന്നില്ല. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. നാരദമുനിയിൽ നിന്നും കീർത്തനങ്ങൾ ഉണ്ടായി. ദേഹത്തിലോ തലയിലോ നാരദൻ ഒന്നും ധരിച്ചിരുന്നില്ല. ഒരു വീണ കയ്യിലേന്തി ദൈവത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നിരുന്നു. ഷേൽക്കറിന്റെ മധുരമില്ലാത്ത ചായ. ആദ്യകാലങ്ങളിൽ ബാബ പൂനെയിലും അഹമ്മദ് നഗർ സംസ്ഥാനത്തിലും പ്രബലമായിരുന്നു. പക്ഷേ നാനാ സാഹിബ് ചന്ദേക്കർ അദ്ദേഹത്തിന്റെ വാർത്തകളാലും ദസ്കനു നല്ല കീർത്തനങ്ങളാലും ബാബയുടെ കീർത്തിയെ മുംബൈയിലും പരത്തി. വാസ്തവത്തിൽ ദസ്കനുവിന്റെ കീർത്തനങ്ങൾ ബാബയെ ആ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ദർശിക്കാനുള്ള ഒരു ഭാഗ്യമായി തീർന്നു. കീർത്തനം കേൾക്കാൻ വരുന്ന ആളുകളുടെ മൗനജ്ഞാനം പല മാതിരിയായിരുന്നു. ഹരിദാസിന്റെ കീർത്തനങ്ങളിൽ നിന്ന് ചിലർ അറിവ് വർദ്ധിപ്പിച്ചു, ചിലർ അദ്ദേഹത്തിന്റെ ആംഗ്യങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്നു. പല ആളുകളും അദ്ദേഹത്തിന്റെ പാട്ടുകളെ ആദരിച്ചു, ചിലർ അതിലുള്ള ഹാസ്യഭാഗം രസിച്ചിരുന്നു. കുറെ ആളുകൾ ആദ്യമുള്ള വേദാന്ത ഉപന്യാസത്തെ സ്വീകരിച്ചു. പക്ഷേ കുറച്ചുപേർ മാത്രമേ കീർത്തനങ്ങൾ കേട്ട് വിശ്വാസവും ഭക്തിയും ഈശ്വരൻ അതല്ലെങ്കിൽ സന്യാസിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ദസ്കനുവിന്റെ കീർത്തനങ്ങൾ കേട്ടാൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു കറണ്ട് പായുന്ന മാതിരിയായിരുന്നു. ഒരു സംഭവം വിവരിക്കുന്നു. ഒരിക്കൽ ദസ്കനു സായിബാബയുടെ കീർത്തിയെ പാടിക്കൊണ്ടിരുന്നു. അത് താനയിലുള്ള ഗൗപിനീശ്വരൻ ക്ഷേത്രത്തിലായിരുന്നു. ചേൽക്കർ എന്ന മനുഷ്യൻ താനായിലെ കോടതിയിൽ താൽക്കാലിക ഗുമസ്തനായി ജോലി ചെയ്തിരുന്നു. സംഗീതം കേൾക്കുന്ന കൂട്ടത്തിൽ അയാളും ഉണ്ടായിരുന്നു. അദ്ദേഹം ദസ്കനുവിന്റെ കീർത്തനങ്ങളെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ശ്രവിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം മനസ്സലിഞ്ഞു തലകുനിച്ചു ബാബയെ മനസ്സിൽ ധ്യാനിച്ചു പറഞ്ഞു, ബാബ, ഞാനൊരു സാധു മനുഷ്യനാണ്. എന്റെ കുടുംബത്തെ പുലർത്താൻ സാധിക്കുന്നില്ല. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ വിവാഹ പരീക്ഷ പാസ്സായി ഒരു നിരന്തര അംഗമായാൽ ഞാൻ ഷിർദിക്ക് ചെന്ന് അങ്ങയെ സാഷ്ടാംഗമായി നമസ്കരിച്ച് അങ്ങയുടെ പേരിൽ ശർക്കര മിഠായി വിതരണം ചെയ്യാം. ഭാഗ്യവശാൽ ചേൽക്കർ ആ പരീക്ഷ പാസ്സാവുകയും സ്ഥിരാംഗമായി നിയമനം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തന്റെ ശപഥം നിറവേറ്റണം. എത്ര നേരത്തെ സാധിക്കുമോ അത്രയും നല്ലത്. ചേൽക്കർ ഒരു സാധുവായതിനാൽ ഷിർദിക്ക് പോവാനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഒരു പഴഞ്ചൊല്ല് പോലെ നഹ്നോഗട്ട് താനായിലെ ഉയരമേറിയ പൂർവ്വ പർവ്വത ഭാഗം കടക്കാം, അല്ലെങ്കിൽ സഹ്യാദ്രി പർവ്വതം കടക്കാം. പക്ഷേ ഒരു സാധു മനുഷ്യൻ ഉംബർഘാട്ട് കടക്കുന്നത് വളരെ കഷ്ടമാണ്, അതായത് തന്റെ വീടിന്റെ മുറ്റം കടക്കുന്നത്. ചേൽക്കർ തന്റെ ശപഥം എത്രയും വേഗത്തിൽ നിറവേറ്റാനായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്റെ ചിലവുകളെ ചുരുക്കി തുടങ്ങി. ഭക്ഷണത്തിൽ മധുരം വേണ്ടെന്ന് വെച്ചു. അതേമാതിരി ചായയിലും. ഇങ്ങനെ കുറെ പണം ശേഖരിച്ചു. അതും കൊണ്ട് അദ്ദേഹം ബാബയുടെ ദർശനത്തിനായി ഷിർദിക്ക് പോയി. ബാബയെ ദർശിച്ചു. പാദങ്ങൾ വീണു നമസ്കരിച്ചു. ഒരു നാളികേരം നിവേദിച്ചു.
കഴിച്ചു. അത് പ്രസാദമായി എല്ലാവർക്കും വിതരണം ചെയ്തു. കൂട്ടത്തിൽ ശർക്കര മിഠായിയും ശപഥപ്രകാരം കൊടുത്തു. ബാബയോട് അങ്ങയുടെ ദർശനത്തിൽ വളരെ സന്തോഷിതനായെന്നും ആ ദിവസം തന്റെ ആഗ്രഹം നിറവേറിയെന്നും അറിയിച്ചു. ഷോൾക്കർ മസ്ജിദിൽ തന്റെ ആതിഥേയയിൽ ബാബു സാഹിബ് ജോക്കിനോട് കൂടിയിരുന്നു. ആ സമയത്ത് അതിഥിയും ആതിഥേയനും പുറപ്പെട്ടപ്പോ ബാബ ജോഗിനോട് പറഞ്ഞു, അവനൊരു കോപ്പ ചായ മധുരം ഇട്ടു കൊടുക്കുക. ഈ അർത്ഥോക്തമായ വാർത്തകൾ കേട്ട് ചോൾക്കർ അലിഞ്ഞുപോയി. അത്ഭുതപരവശനായി കണ്ണുകൾ അശ്രുക്കൾ ഒഴുകി. അദ്ദേഹം വീണ്ടും ബാബയുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു. ജോഗിനും ആ ആജ്ഞ എന്താണെന്നുള്ള ജിജ്ഞാസ ഉണ്ടായി. ചോൾക്കറിന്റെ മനസ്സിൽ വിശ്വാസവും ഭക്തിയും ഉണർത്തുവാൻ വേണ്ടിയാണ് ബാബ ഈ വാർത്തകൾ പറഞ്ഞത്. അദ്ദേഹം കൊടുത്ത സൂചന മൂലം തനിക്ക് ശർക്കര മിഠായി കിട്ടിയെന്നും ചോൾക്കർ മധുരം ഉപയോഗിക്കുന്നത് നിർത്തിയതറിഞ്ഞുവെന്നും അറിയിച്ചു. ബാബ വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് പ്രകാരമാണ്. നീ നിന്റെ കൈകൾ ഭക്തിയോടുകൂടി എന്റെ മുമ്പിൽ വിടർത്തിയാൽ ഞാൻ ഉടനടി നിന്റെ കൂടെ ഉണ്ടാവും. രാത്രിയിലും പകലിലും ഞാൻ ശാരീരികമായി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നീ 7 കടൽ കടന്നാലും എന്താണ് ചെയ്യുന്നത് എന്നറിയാം. രാത്രിയിലും പകലിലും ഞാൻ ശാരീരികമായി ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് നീ 7 കടൽ കടന്നാലും എന്താണ് ചെയ്യുന്നത് എന്നറിയാം. ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും പോകൂ, ഞാനും അവിടെ ഉണ്ടാകും. എന്റെ ബിംബം നിന്റെ മനസ്സിലുണ്ടായിരുന്നാൽ ഞാൻ അവിടെ ഉണ്ടാവും. എപ്പോഴും മനസ്സിൽ എന്നെ പൂജിക്കുക, ഞാൻ എല്ലാ സമയത്തും ഉണ്ട്. ഇങ്ങനെ എന്നെ അറിയുന്നവൻ ഭാഗ്യശാലിയാണ്. ഭംഗിയായതും വളരെ മുഖ്യമായതുമായ ഒരു പാഠമാണ് ബാബ ചേൽക്കരെ പഠിപ്പിച്ചത്. 2 പല്ലികൾ. ഈ അധ്യായം മുഴുമിക്കുന്നതിന് മുമ്പ് 2 പല്ലികളുടെ കഥ പറയാം. ബാബ ഒരിക്കൽ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. ഒരു ഭക്തനും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നിരുന്നു. അപ്പോൾ ഒരു പല്ലി ടിക് ടിക് എന്ന ശബ്ദമുണ്ടാക്കി. ജിജ്ഞാസ കൊണ്ട് ആ ഭക്തൻ ബാബയോട് ചോദിച്ചു, ഈ ശബ്ദത്തിൽ നല്ലത് സംഭവിക്കുമെന്നോ ചീത്ത ശകുനമാണെന്നോ എന്തെങ്കിലും അർത്ഥം അടങ്ങിയിട്ടുണ്ടോ? ബാബ അതിന് മറുപടിയായി, അവളുടെ സഹോദരി ഔറംഗാബാദിൽ നിന്ന് വരുന്നതിനാൽ അതിയായി സന്തോഷിക്കുന്നു. ഭക്തൻ ബാബയുടെ വാർത്തകളുടെ അർത്ഥം മനസ്സിലാവാതെ വെറുതെ ഇരുന്നു. ഉടനടി ഒരു മാന്യൻ ഔറംഗാബാദിൽ നിന്നും ബാബയെ കാണാനായി ഒരു കുതിരപ്പുറത്ത് വന്നിറങ്ങി. അദ്ദേഹം ഇനിയും കുറെ മുന്നോട്ട് പോകേണ്ട ആളായിരുന്നു. പക്ഷേ അവന്റെ കുതിര വിശപ്പിനാൽ ആഹാരം നോക്കിയിരുന്നു. തന്റെ തോളിൽ നിന്ന് മുതിര വെച്ചിട്ടുള്ള സഞ്ചിയിലെ അഴുക്ക് നീക്കുവാനായി അത് നിലത്തടിച്ചു. അതിൽ നിന്ന് ഒരു പല്ലി പുറത്തു വന്നു ചുമരിൽ കയറി. ചോദ്യം ചെയ്ത ഭക്തനോട് ബാബ അതിനെ സൂക്ഷിച്ചു നോക്കുവാൻ പറഞ്ഞു. അത് അവളുടെ സഹോദരിയുടെ അടുക്കൽ ഞെളിഞ്ഞു ചെന്നു. 2 പേരും കണ്ടിട്ട് കുറെ കാലമായിരുന്നതിനാൽ കെട്ടിപ്പുണർന്ന് ചുംബിച്ചു. 2 പേരും സ്നേഹത്തോടു കൂടി ആടിക്കൊണ്ടിരുന്നു. ആ പല്ലിക്ക് എവിടെയാണ് ഷിർദി, എവിടെയാണ് ഔറംഗാബാദ്? എങ്ങനെയാണ് ആ മനുഷ്യൻ ആ പല്ലിയെയും കൊണ്ട് കുതിരപ്പുറത്ത് വന്നത്? എങ്ങനെ 2 സഹോദരികളും ചേരുന്നത് ബാബ അറിയുന്നു. ഈ അതിശയം ബാബയുടെ സർവവ്യാപ്തത്തെ തെളിയിക്കുന്നു. മുൻകുറിപ്പ്: ഏതൊരുവൻ ഇതിനെ വളരെ ഭക്തിയോടുകൂടി ദിവസവും വായിക്കുന്നുവോ അവന്റെ കഷ്ടതകളെല്ലാം നീങ്ങി ബാബയുടെ ആശീർവാദത്തിന് പാത്രമാവും. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.